ഹായ്, നന്ദികാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കല്യാണ വ്ലോഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു കല്യാണത്തിൻ്റെ പർച്ചേസിങ് വ്ലോഗ് ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ അതിന് നമ്മളന്ന് എടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് നമ്മൾ കല്യാണത്തിന് പോകുന്നത്. കല്യാണ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി പിടിച്ച് വന്നപ്പോൾ കുറച്ച് താമസിച്ചു പോയി. കെട്ട് കാണാൻ മാത്രം പറ്റിയില്ല. നന്ദുവിൻ്റെ കുഞ്ഞുമാവ കുറച്ച് ബഹളമായിരുന്നു. അപ്പോൾ ഒരുങ്ങി പിടിച്ചപ്പോൾ കുറച്ച് താമസിച്ചു പോയി. എങ്കിലും കെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ എത്തി. ഞങ്ങൾ വരുമ്പോഴേക്കും മധുരവെപ്പൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓഡിറ്റോറിയൊക്കെ പതിയെ കാലിയാകാൻ തുടങ്ങി. എല്ലാവരും സദ്യ ഉണ്ണാനൊക്കെ ആയിട്ടങ്ങ് പോയി. പിന്നെ നന്ദൂട്ടി നേരത്തെ വന്നതുകൊണ്ട് അവൾ അപ്പച്ചിയുടെയും അപ്പച്ചേച്ചിൻ്റെയും കൂടെയൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് അവൾക്ക് കെട്ടൊക്കെ കാണാൻ പറ്റി. അവൾ കെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ സ്റ്റേജിൽ കയറി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ക്യാമറമാൻ പറയുന്നു, അവിടെ നിൽക്കൂ, കുട്ടിയെ പിടിക്കൂ, ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ, പൊക്കമുള്ളവരപ്പുറത്ത് നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ അവരുടേതായ ചില സ്ഥാനങ്ങളുണ്ടല്ലോ അങ്ങോട്ടൊക്കെ നമ്മൾ മാറ്റി നിർത്തും. അവർക്ക് കൃത്യമായിട്ടുള്ള ഫോട്ടോ അവർക്ക് കിട്ടണ്ടേ, നല്ല ഭംഗിയായിരിക്കണം, നല്ല ഇതായിട്ട് നീറ്റൊക്കെ ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നമ്മളെ ഓരോ രീതിയിലൊക്കെ നിർത്തി നല്ല ഭംഗിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു തരും. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞാവയുള്ളവരൊക്കെ ആദ്യം പോയി ഉണ്ണാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അടുത്ത ആൾ കുഞ്ഞാവയെ നോക്കും, മറ്റേ ആളുടെ കുഞ്ഞാവയെ അടുത്ത ആൾ നോക്കും. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സാധാരണ സദ്യ ഉണ്ണാൻ പോകുന്നത് വാവമാരുള്ളവർ. അങ്ങനെ നന്ദുവിൻ്റെ അപ്പച്ചി ഉണ്ടിട്ട് വരുന്നോടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞാവയെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോയി ഉണ്ണാൻ വേണ്ടി പോയി. അവിടെ ചിലപ്പോൾ തിരക്കൊന്നുമില്ല. അതേ കറികളൊക്കെ പതുക്കെ വിളമ്പി വരുന്നു. നമ്മളിങ്ങനെ ക്ഷമയോടെ നോക്കിയിരിക്കുന്നു ചോറിന് വേണ്ടിയിട്ട്. പിന്നെ ഉപ്പേരിയും ശർക്കര വരട്ടിയും പറയണ്ടല്ലോ, അതൊക്കെ ആദ്യം തന്നെ നമ്മൾ അകത്താക്കുമല്ലോ. അതേ ഊണെത്തി. അപ്പം ചോറിൻ്റെ പൊക്കത്ത് ആ പരിപ്പൊക്കെ ഒഴിച്ച് ആ പരിപ്പും വീട്ടിന് കുഴച്ച് തിന്നുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ. നെയ്യൊക്കെ ഒഴിച്ച് ആഹാ കൊള്ളാം. അതിൻ്റെ കൂടെ കുറച്ച് സാമ്പാറും കൂടെ അവർ വന്ന് ഒഴിച്ചു. സാമ്പാർ കൂട്ടുന്ന പതിവില്ല, എങ്കിലും അവർ സാമ്പാർ ഒഴിച്ചുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞില്ല. പിന്നെ അതേ പായസം എത്തി. അതാണല്ലോ താരം സദ്യയിൽ. നല്ല പരിപ്പ് പായസമായിരുന്നു. നല്ല ചോക്ലേറ്റ് കിടക്കുന്ന പോലെ കിടക്കുന്നത് കണ്ടോ. അതിൻ്റെ കൂടെ പപ്പടം കൂടിയിട്ട് കുഴാന്ന് കുഴച്ചങ്ങ് തിന്നുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ എന്തൊരു ടേസ്റ്റാണെന്നോ. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞാവ് കുറച്ച് ബഹളം ഉണ്ടായപ്പോൾ നമ്മുടെ ഒരു ചേച്ചി അവനെ ഒന്ന് എടുത്തുകൊണ്ട് പോയി കുറച്ച് നേരം ആശ്വസിപ്പിക്കാനൊക്കെ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കൊണ്ട് വന്ന് കുറച്ച് നേരം കൂടെ ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ ഇനി പോകണം. നമ്മൾ വേഗം പോവുകയാണ്. റിസപ്ഷനുള്ള സമയമായി. അതുകൊണ്ട് നമ്മൾ വേറെ ദൂരത്തോട്ട് വേണം റിസപ്ഷന് പോകാൻ. പോകുന്ന വഴിക്ക് ഒരു പെരുന്നാൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. ആ പെരുന്നാളിന് നല്ല ലൈറ്റൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലെത്തി. റിസപ്ഷന് അവിടെ എത്തി. അവിടെ നോക്കുമ്പോൾ അതേ പള്ളിപ്പെരുന്നാൾ കണ്ട പോലെ തന്നെയുണ്ട്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് മൊത്തം ഒരു പറമ്പ് നിറച്ചും ലൈറ്റ്സ് കൊണ്ട് അടിപൊളിയാക്കി അലങ്കരിച്ചേക്കും കേട്ടോ. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. ഇനി നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തോട്ട് പോകണം. അവിടെയാണ് പരിപാടി നടക്കുന്നത്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയിലൊക്കെ ലൈറ്റ്സാണ്. അത് അപ്പോൾ നന്ദൂട്ടിയും ചേച്ചിക്കുട്ടിയും എല്ലാം കൂടി അങ്ങോട്ടേക്ക് ഓടി പോവുകയാണ്. അവർക്കൊരു രസം ഇതൊക്കെ കണ്ടപ്പോൾ. ഏതാണ്ട് ഉത്സവത്തിന് പോയതുപോലെയാണ് അവർ ആസ്വദിച്ച് നടക്കുന്നത്. അവിടെ കയറി ചെന്നപ്പോൾ അവിടെ ഡാൻസ് നടക്കുന്നു. ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ അവർ സ്റ്റേജിന് നടുക്കിരുത്തി എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിക്കുകയാണ്. അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു കേട്ടോ. പിന്നെ റിസപ്ഷന് ഫോട്ടോ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാൻ കയറി. അപ്പോൾ നന്ദുവിന് ആകെ കൺഫ്യൂഷൻ, എവിടെ നിൽക്കണമെന്ന്. അവൾക്ക് ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്കും കല്യാണപ്പെണ്ണെ വിളിക്കുന്നുണ്ട്, വരും എൻ്റെ അടുത്ത് നിൽക്കും എന്നൊക്കെ. പക്ഷേ അവൾക്ക് നാണം കല്യാണപ്പെണ്ണെ അടുത്ത് പോകാൻ. അവളങ്ങനെ പോയില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത പരിപാടി എന്താണ്? അടുത്ത പരിപാടി ഫുഡിങ്. ആ ഫുഡിങ് സെക്ഷനിലോട്ട് ചെന്നപ്പോൾ അവിടുത്തെ മസാല ദോശ ഉണ്ടാക്കുന്നു. അത് കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. മസാല ദോശ കൊള്ളാമല്ലോ സംഭവം. അപ്പം നന്ദുവിന് മസാല ദോശ മതിയെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചെറിയ ദോശയുണ്ട്, ചമ്മന്തിയുണ്ട്, സാമ്പാറുണ്ട്. അപ്പം എന്നാൽ 2 ഓംലേറ്റ് കഴിച്ച് നോക്കാം. നമുക്ക് 2 ഓംലേറ്റും ഒരു ദോശയൊക്കെ വാങ്ങി അതൊന്ന് ചെറുതായിട്ടൊക്കെ കഴിച്ച് നോക്കി. കൊള്ളാം, നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നു ബീഫ് ഒലത്തിയതും അച്ചിങ്ങ മെഴുക്കുവരട്ടി, നല്ല മുളകിട്ട മീൻ കറിയും പുളിശ്ശേരിയൊക്കെ, നല്ല ചൂട് ചോറുമുണ്ട്. പിന്നെ നോക്കിയപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കനും. ചോറുണ്ണാൻ നിന്നില്ല, പിന്നെ ഫ്രൈഡ് റൈസ് കഴിച്ചു. ഫ്രൈഡ് റൈസ് കഴിച്ച് എല്ലാവരും കൂടെ അതൊക്കെ നിന്ന് കഴിച്ച് അന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ മടങ്ങി. നമുക്ക് വീണ്ടും കാണാം ചെറിയൊരു വ്ളോഗുമായിട്ട്. അപ്പോൾ ടാറ്റാ.